Hi all, welcome to Daily News Analysis. Today is 12th April 2025. Let's look at the main headlines. The Beijing India report as milestone and opportunity. GS3 topic ആണ്. Giving shape to the University of the Future. GS2 topic ആണ്. Dire efforts. GS3 topic ആണ്. Then ഒരു മോഡൽ MCQ prelims point of view നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് മുന്നോട്ട് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇതായിരുന്നു The Beijing India report as milestone and opportunity. ഇത് GS3 ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അതുപോലെ തന്നെ GS1 സൊസൈറ്റി, ജെൻഡർ മുതലായ ഡയമെൻഷൻസ് ഒക്കെ ആയിട്ട് ഇതിന് ബന്ധമുണ്ട്. സോ നമുക്ക് ഇത് എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ഈ ആർട്ടിക്കിളിൽ പറയുന്ന നമുക്ക് ബീജിംഗ് ഡിക്ലറേഷൻ ആൻഡ് പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ അജണ്ട ഉണ്ടായിരുന്നു. അതിന്റെ 30th ആനിവേഴ്സറി ആണ് ഈ ഇടയ്ക്ക് നടന്നത്. അപ്പം ഇത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് 1995. അപ്പൊ ഇപ്പൊ 2025 ആയി. അതുകൊണ്ട് തന്നെ എന്താണ് 30th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുണ്ടായി. അപ്പൊ അത് ആ അജണ്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: ടു പ്രമോട്ട് ജെൻഡർ ഇക്വാളിറ്റി അക്രോസ് 12 കീ ഏരിയാസ് ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, എക്കോണമി ആൻഡ് പൊളിറ്റിക്സ്. ഈ പറയുന്ന എഡ്യൂക്കേഷൻ, ഹെൽത്ത് പോലുള്ള 12 മേഖലകളിൽ ജെൻഡർ ഇക്വാളിറ്റി കൊണ്ടുവരാനാണ് ബീജിംഗ് ഡിക്ലറേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ബീജിംഗ് ഡിക്ലറേഷൻ ആൻഡ് പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ എന്ന് പറയും. ഇന്ത്യ ഹാസ് മെയ്ഡ് സ്ട്രൈഡ്സ് സിൻസ് വിത്ത് important legislation like the Protection of Women from Domestic Violence Act and the POSH Act. ഇത് പ്രകാരം ഇന്ത്യ കുറെ അധികം നിയമങ്ങൾ രൂപം കൊടുത്തിട്ട് ഇതിൽ കുറെ അധികം മുന്നേറ്റം വരിച്ചിട്ടുണ്ട്. അപ്പൊ അതിലാണ് കുറച്ച് നിയമങ്ങൾ പറയുന്നത് നമുക്കറിയാവുന്നതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്, പോഷ് ആക്ട് ഉണ്ട്, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ആക്ട്. ഇതൊക്കെ നമ്മുടെ ഈ ഒരു മേഖലയിൽ നമ്മൾ വരച്ചിട്ടുള്ള മൈൽ സ്റ്റോണുകളാണ്. However, despite these efforts, implementation gaps remain, essentially in translating legal rights into real improvement in women's life. നമുക്കറിയാം, നിയമങ്ങളുടെ കുറവൊന്നും അല്ല, ഇംപ്ലിമെന്റേഷനിൽ വരുന്ന കുറെ അധികം ഗ്യാപ്പുകളും പോരായ്മകളൊക്കെയാണ് റിയൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സിലേക്ക് സ്ത്രീകളുടെ ജീവിതങ്ങളിലായാലും അല്ലെങ്കിൽ ഏത് സ്കീം ആയിക്കോട്ടെ അതിലൊക്കെ റിയൽ ഇംപ്രൂവ്മെന്റ്സ് വരാത്തതെന്നാണ് നമ്മൾ പറയുന്ന. ആവശ്യത്തിന് നിയമങ്ങളുണ്ട്, പക്ഷെ ഇംപ്ലിമെന്റേഷൻ ആണ് അവിടുത്തെ ഇഷ്യൂ ആയിട്ട് വരുന്നത്. അപ്പം എല്ലാവരും നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവുക, ഇതൊക്കെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു എക്സിക്യൂട്ടീവിനെ പറ്റുള്ളൂ. അതിനെന്ത് വേണം, നമ്മൾ ആദ്യം സിസ്റ്റത്തിൽ കയറണം, ഇത് കൃത്യമായിട്ട് ഇവിടെ ഉള്ള നിയമങ്ങൾ എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കണം. 2024 ബീജിംഗ് ഇന്ത്യ റിപ്പോർട്ട്, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പരാമർശിക്കുന്ന ആ റിപ്പോർട്ടിനെ കുറിച്ച്. അതിൽ പറയുന്നത് എന്താണ്? It marks a critical opportunity to address a major oversight, the lack of integration between gender and climate issues. അപ്പം ജെൻഡറിനും ക്ലൈമറ്റ് ഇഷ്യൂസിനും ഇടയിലുള്ള ആ ഒരു ഇന്റഗ്രേഷന്റെ കുറവുണ്ടെന്ന് ഈ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. The article stresses how climate change disproportionately affects റൂറൽ വിമൻ ആൻഡ് ഗേൾസ്. അപ്പം അവിടെ ഒരു ഇക്വിറ്റിയുടെ ഇഷ്യൂ കൂടെ ഉണ്ട്. അതായത് റൂറൽ വിമനെ, ഗേൾസിനെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് അവരെ കൂടുതൽ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, റൂറൽ ഏരിയാസിലൊക്കെ അവർക്ക് കുറെ അധികം ഹെവി ബർഡൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ലീഡിങ് ടു സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ്, ലോസ് ഓഫ് ഇൻകം, അൺപെയ്ഡ് കെയർ ബർഡൻസ്, ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് മൈഗ്രേഷൻ. റൂറൽ ഏരിയയിലെ ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ വെള്ളം എടുക്കാൻ പോകേണ്ടി വരും. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിന്റെ സാഹചര്യത്തിലാണെങ്കിൽ ഡ്രോട്ട് ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോൾ കുടിവെള്ളം എടുക്കണമെങ്കിൽ കുറെ അധികം ഡിസ്റ്റൻസ് പോയിട്ട് ഒരു കോമൺ വെല്ലിൽ നിന്ന് ആക്സസ് ചെയ്യേണ്ടി വരും. അവർക്ക് ചിലപ്പം കൃത്യമായി ഇതൊക്കെ വളരെയധികം സ്കേഴ്സ് ആയിരിക്കും, എനർജി സ്കേഴ്സ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് ചിലപ്പോൾ തീക്കൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് എന്ത് വേണ്ടി വരും? ചിലപ്പോൾ അവർക്ക് വിറകെടുക്കാൻ, ശേഖരിക്കാൻ വേണ്ടി കാടുകളിലേക്ക് പോകേണ്ടി വരും. കാടുകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പം തോട്ടങ്ങളിലേക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകേണ്ടി വരും. പിന്നെ അതുപോലെ സ്കൂൾ ഡ്രോപ്പ് ഔട്ടിന്റെ എണ്ണം കൂടുതലായിരിക്കും. കാരണം ഇങ്ങനത്തെ ഡൊമസ്റ്റിക് വർക്കൊക്കെ കൂടുതലും സ്ത്രീകൾ ചെയ്യേണ്ടി വരുമ്പോഴത്തേനും അവിടെ എന്ത് വരും? അവിടെ കുറെ അധികം ഡ്രോപ്പ് ഔട്ട്സിന്റെ എണ്ണം കൂടാൻ ചാൻസസ് ഉണ്ട്. പിന്നെ കൂടാതെ ക്ലൈമറ്റ് പോളിസീസ് കറന്റ്ലി നെഗ്ലക്ട് വിമൻ despite their pivotal roles in agriculture, adaptation and environmental conservation. ക്ലൈമറ്റ് പോളിസീസ് എന്താണ് ഇപ്പം ഉള്ളത്? അത് വിമനെ നെഗ്ലക്ട് ചെയ്യുന്ന തരത്തിലാണ്. പിന്നെ അതുപോലെ ഡെസ്പൈറ്റ് ദയർ പിവറ്റൽ റോൾസ് ഇൻ
അഗ്രികൾച്ചർ അഡാപ്റ്റേഷൻ ആൻഡ് എൻവയോൺമെന്റ് കൺസർവേഷൻ, ഇതിലൊക്കെ എന്താണ് സ്ത്രീകൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. പക്ഷെ നമ്മൾ ആ പോളിസീസിലൊന്നും ഇത് കാണാറില്ല എന്നാണ് ഇത് പറയുന്നത്. കുറച്ച് കീ ചലഞ്ചസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? ഇൻക്രീസ്ഡ് അൺപെയ്ഡ് ലേബർ ആൻഡ് വർക്ക് ലോഡ് ഡ്യൂ ടു റിസോഴ്സ് സ്കേസിറ്റി, നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. രണ്ടാമത്തെ എന്താണ്? ഹെൽത്ത് ഇമ്പാക്ട്സ് ലൈക്ക് മാൽ ന്യൂട്രീഷൻ, അനീമിയ ആൻഡ് വൾണറബിലിറ്റി ടു വയലൻസ് ഡ്യൂ ടു റൈസിംഗ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഒക്കെ കൂടുന്നത് കൊണ്ട് തന്നെ വൾണറബിലിറ്റി ടു വയലൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, മാൽ ന്യൂട്രീഷൻ കൂടുന്നുണ്ട്. കാരണം ചിലപ്പം ക്രോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഒക്കെ ലാക്ക് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ എന്താണ് ഈ പറയുന്ന അനീമിയയിലേക്കും അതുപോലുള്ള ഡിസീസസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ നയിക്കും. ഹെൽത്ത് ഇമ്പാക്ട്സ് ഉണ്ടാവും നെഗറ്റീവായിട്ട്. പിന്നെ കൂടാതെ എന്താണ്? ലാക്ക് ഓഫ് ക്ലൈമറ്റ് ബഡ്ജറ്റിംഗ് ദാറ്റ് ഈസ് ജെൻഡർ റെസ്പോൺസീവ്. അപ്പം ക്ലൈമറ്റ് ബഡ്ജറ്റിംഗിന്റെ ഒരു കുറവും കാണാൻ സാധിക്കും. പിന്നെ കൂടാതെ അതും ഒരു ചലഞ്ചാണ്. പിന്നെ എക്സ്ക്ലൂഷൻ ഓഫ് വിമൻ ഫ്രം ഡിസിഷൻ മേക്കിംഗ് ഇൻ ക്ലൈമറ്റ് ആക്ഷൻ ആൻഡ് ഫണ്ടിങ്. അപ്പം ക്ലൈമറ്റ് ആക്ഷൻ എടുക്കുന്നതിലും ഫണ്ടിങ്ങിലൊക്കെ വിമനെ ഡിസിഷൻ മേക്കിംഗ് റോൾസിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നു, അല്ലെങ്കിൽ അവർ വരാതിരിക്കുന്നതും എന്താണ്? അവരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതും അതൊരു ചലഞ്ച് തന്നെയാണ്. ഇനി കോൾ ടു ആക്ഷൻ, ഇതിനകത്ത് ഓതർ കുറെ അധികം സൊല്യൂഷൻസ് എംഫസൈസ് ചെയ്യുന്നുണ്ട്. എംബഡ് എ ജെൻഡർ ലെൻസ് ഇൻ ഓൾ ക്ലൈമറ്റ് റിലേറ്റഡ് പോളിസീസ്. എല്ലാ ക്ലൈമറ്റ് റിലേറ്റഡ് പോളിസീസിലും എന്താണ്? ഒരു ജെൻഡർ ലെൻസ് കൊണ്ടുവരിക. ഉദാഹരണം കുറച്ച് ക്ലൈമറ്റ് പോളിസീസ് കൊടുത്തിട്ടുണ്ട്. NAPCC, SAPCC എന്നൊക്കെ പറഞ്ഞ കുറച്ച് പോളിസീസ് ആണ് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ അതിലൊക്കെ എന്താണ്? ഒരു ജെൻഡർ ലെൻസ് കൊണ്ടുവരിക. എംപവർ വിമൻ ത്രൂ ക്ലൈമറ്റ് എഡ്യൂക്കേഷൻ, ലീഡർഷിപ്പ് റോൾസ് ആൻഡ് നോൺ ഫാം ലീവ്ലിഹുഡ് ഓപ്ഷൻസ്. അപ്പം ക്ലൈമറ്റ് എഡ്യൂക്കേഷനിലൂടെയും പിന്നെ അതുപോലെ ലീഡർഷിപ്പ് റോൾസിലൂടെ ഒക്കെ വിമനെ എംപവർ ചെയ്യുക. അപ്പൊ ഇവിടെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, നമുക്കറിയാം, കുടുംബശ്രീ മുതലായ കാര്യങ്ങൾ, അതൊക്കെ എന്താണ്? സ്ത്രീകളെ എംപവർ ചെയ്തിട്ടുണ്ട് ലീഡർഷിപ്പ് റോൾസിലേക്ക് വരാനും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് കോൺസിക്വന്റ് ആയിട്ടുള്ള നടന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇലക്ഷൻസിലൊക്കെ കൂടുതലും കുടുംബശ്രീയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളൊക്കെ തന്നെയാണ് അതിൽ ലീഡർഷിപ്പ് റോൾസിലേക്കൊക്കെ വന്നത്. അതൊക്കെ വലിയൊരു പ്രൊമിസിംഗ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് ആണ് ആ ഒരു മേഖലയിൽ, വിമൻ എംപവർമെന്റിന്റെ മേഖലയിൽ നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഒക്കെ കാഴ്ചവെച്ചത്. പിന്നെ അടുത്ത ഒരു സൊല്യൂഷൻ പറയുന്നത് എസ്റ്റാബ്ലിഷ് ക്ലൈമറ്റ് സപ്പോർട്ട് ഹബ്സ് ഫോർ ഡിസാസ്റ്റർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സർവീസസ്. പിന്നെ അടുത്തൊരു സൊല്യൂഷൻ പറയുന്നത് പ്രൊമോട്ട് പ്രൈവറ്റ് സെക്ടർ എൻഗേജ്മെന്റ് ഇൻ വിമൻ ലെഡ് ക്ലൈമറ്റ് ഇനിഷ്യേറ്റീവ്സ്. ഈ വിമൻ ലെഡ് ക്ലൈമറ്റ് ഇനിഷ്യേറ്റീവ്സിൽ പ്രൈവറ്റ് സെക്ടറിന്റെ എൻഗേജ്മെന്റും കൂടെ കൂട്ടുക എന്നൊരു സജഷനും കൂടെ ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. കൂടാതെ സ്ട്രെങ്തൻ കോപ്പറേറ്റീവ് പാർട്ട്ണർഷിപ്സ് അക്രോസ് ഓൾ സെക്ടേഴ്സ് ടു എൻഷുർ എ ജെൻഡർ ജസ്റ്റ് ട്രാൻസിഷൻ. ഇതിലൊക്കെ എന്താണ്? ഒരു കോപ്പറേറ്റീവ് പാർട്ട്ണർഷിപ്പ് കൊണ്ടുവരിക ഈ മേഖലകളിൽ. അതൊക്കെ ഈ ഒരു ആർട്ടിക്കിളിൽ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഈ പ്രൈവറ്റ് സെക്ടർ എൻഗേജ്മെന്റ്, കോപ്പറേറ്റീവ് പാർട്ട്ണർഷിപ്സ്, ഇതൊക്കെ നല്ല വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ്. ഇതൊക്കെ മെയിൻസ് ആൻസറിൽ മസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ എപ്പോഴും ഗവൺമെന്റിന് തന്നെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ എന്താ പ്രൈവറ്റ് സെക്ടറിന്റെ ആവശ്യം വേണ്ടി വരും. പിന്നെ കൂടാതെ കുറച്ച് സ്ഥലങ്ങളിൽ ഒരു പങ്കാളിത്തം, കോപ്പറേറ്റീവ് പാർട്ണർഷിപ്സ് ഒക്കെ ആവശ്യം വരും. ഓക്കെ, കമ്മ്യൂണിറ്റി ലെഡ് എൻഗേജ്മെന്റ്സ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ഇങ്ങനെയുള്ള മേഖലകളിൽ. കമ്മ്യൂണിറ്റി ലെഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ വളരെയധികം പ്രൊമീസിംഗ് ആയിട്ടുള്ള റോൾസ് ഒക്കെ പല മേഖലകളിലും കാണുന്ന നമ്മൾ അടുത്തിടയ്ക്ക് ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിൾസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇൻ എസെൻസ് ദ റിപ്പോർട്ട് ഈസ് ബോത്ത് എ മൈൽ സ്റ്റോൺ ആൻഡ് എ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി അൺലെസ് urgent, inclusive and ground level climate gender integration is pursued for a resilient and equitable future. അപ്പം എന്താണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്? ഇതൊരു മൈൽ സ്റ്റോൺ ആണ്, അതേപടി തന്നെ എന്താണ്? ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. അൺലെസ്, എങ്ങനെയാണ് അത് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആവാൻ ചാൻസ് ഉണ്ട്? അൺലെസ് അർജന്റ്, ഇൻക്ലൂസീവ് ആൻഡ് ഗ്രൗണ്ട് ലെവൽ climate gender integration is pursued for a റെസിലിയന്റ് ആൻഡ് ഇക്വിറ്റബിൾ ഫ്യൂച്ചർ. അതായത് ഉടനടി ഇതിന് ഒരു തീരുമാനം എടുത്തില്ലേ, ക്ലൈമറ്റ് ജെൻഡർ ഇന്റഗ്രേഷൻ ഒരു ഗ്രൗണ്ട് ലെവൽ വർക്ക് ഒന്നും ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ നടക്കില്ല. അതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഫോർ എ റെസിലിയന്റ് ആൻഡ് ഇക്വിറ്റബിൾ ഫ്യൂച്ചർ. അപ്പൊ ഇതായിരുന്നു ഈ ആർട്ടിക്കിൾ പറഞ്ഞ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. ഓവർലാപ്പിംഗ് ആണ് GS3 ടോപ്പിക് GS1 ടോപ്പിക്കുമായിട്ട്. അടുത്ത ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഗിവിംഗ് ഷേപ്പ് ടു ദ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്യൂച്ചർ. ഇത് GS2 വരുന്ന ടോപ്പിക്. ഈ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ഇഷ്യൂസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ
ഗവർണൻസ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. ഇപ്പൊ നമ്മൾ കുറെ DNA നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു ആർട്ടിക്കിൾ കാണുമ്പോൾ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഓ ദിസ് ഇസ് GS2 ടോപ്പിക്, ദിസ് ഇസ് GS3 ടോപ്പിക്, ഇത് GS3ക്കകത്തെ എൻവയോൺമെന്റ് ആണ്, ഇത് GS2വിനകത്തെ ഇഷ്യൂസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ആണ്. ആ ഒരു രീതിക്കുള്ള ഒരു അവയർനെസ് ഒക്കെ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ട് കാണും. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കുറിച്ചാണ്. നമുക്കറിയാം ഇത് വളരെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന വിധത്തിലുള്ള വലിയൊരു പോളിസി ആണ് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നമ്മളിത് പല ആർട്ടിക്കിൾസിലും നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് എന്താണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, ഒരു സിംഗിൾ സ്ട്രീം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് മാറി ഒരു മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി ആയിട്ട് എല്ലാവരെയും മാറ്റുക. അതായത് പല സ്ട്രീംസ് ഓഫർ ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സസ് ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മാറ്റുക. The goal is to promote cross-disciplinary and interdisciplinary education and research, encouraging debate, discussion and collaboration across subject areas. ഇപ്പോൾ നമുക്കറിയാം ഇന്റർഡിസിപ്ലിനറി ആയിട്ടാണ് പല പഠനങ്ങളും നമ്മൾ പഠിക്കുന്നത്. ക്രോസ് ഡിസിപ്ലിനറി ആയിട്ട് UPSC-യിലാണെങ്കിലും നമുക്കറിയാമല്ലോ, ഒരു ഇതല്ല, ഓവർലാപ്പിംഗ് ആയിട്ടാണ് പല ടോപ്പിക്സും വരുന്നത്. സോ ആ രീതിക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ഒരു ഷിഫ്റ്റ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് എന്ത് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മുന്നോട്ട് ഗവൺമെന്റ് വെച്ചത്. അപ്പം ഇതിന്റെ കീ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പലതവണയായിട്ട് ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട്. എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്? ഒരു കുറച്ചുകൂടെ ഡൈവേഴ്സ് ആയിട്ടുള്ള കുറെ സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു കീ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ആൻഡ് ലോക്കൽ കോണ്ടെക്സ്റ്റ് ടു ബി റിഫ്ലക്റ്റഡ് ഇൻ ഓൾ കരിക്കുലം, പെഡഗോഗി ആൻഡ് പോളിസി. എല്ലാ മേഖലകളിലും ഒരു ഡൈവേഴ്സിറ്റി റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കരിക്കുലവും കാര്യങ്ങളുമാണ് ഇതിനകത്ത് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കാണാൻ പറ്റുന്ന. ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ അതിനകത്ത് എൻഷുർ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവർക്കും, ഇപ്പം പഠനത്തിൽ ഇച്ചിരി താഴെ നിൽക്കുന്ന ആളായിക്കോട്ടെ മേലെ നിൽക്കുന്ന ആളായിക്കോട്ടെ, അവർക്കെല്ലാം ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എൻഷുർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പഠനം ആണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മുന്നോട്ട് വെക്കുന്നത്. അടുത്തത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അപ്ലിഫ്റ്റിംഗ് ഫിലാന്ത്രോപ്പിക് പ്രൈവറ്റ് ഓർ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. അപ്പൊ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഒക്കെ എൻഷുർ ചെയ്തുകൊണ്ടുള്ള കുറേയധികം ഫീൽഡ് വിസിറ്റും കാര്യങ്ങളൊക്കെ പഠന സംബന്ധമായിട്ട് കൊടുക്കും കുട്ടികൾക്ക്. കാരണം കമ്മ്യൂണിറ്റി ആയിട്ട് എൻഗേജ് ചെയ്യാനും പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം കൊടുക്കും. അതായത് ഇന്റേൺഷിപ്സ് വഴി കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു കുറച്ചുകൂടി ഒരു സോഷ്യലി ഫിലാന്ത്രോപ്പിക് ആയിട്ടുള്ള ആളുകളായിട്ട് മാറാൻ, അതായത് മനുഷ്യസ്നേഹികളായിട്ട് മാറാനൊക്കെ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ഈ കരിക്കുലത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് യൂസ് ഓഫ് ടെക്നോളജി ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ്, റിമൂവിങ് ലാംഗ്വേജ് ബാരിയേഴ്സ്. അപ്പൊ ലാംഗ്വേജ് ബാരിയേഴ്സ് ഒക്കെ മാറ്റി ടെക്നോളജി അതനുസരിച്ച് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ഇറ്റ് എംഫസൈസ് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ലേണിംഗ് ഫോർ എക്സാംസ് വിത്ത് നോ റോട്ട് ലേണിംഗ്. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി കോണ്ടെക്സ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി പോയി ആ ഒരു എക്സാം നന്നായിട്ട് എഴുതാൻ. അതിനൊരു എക്സാം എന്നുള്ളതിലുപരി അതിനൊരു ലേണിംഗ് അന്തരീക്ഷമായിട്ട് അതിനെ മാറ്റുകയാണ്. റോട്ട് ലേണിംഗ് അല്ല അവിടെ നടക്കുന്നത്. ശരിക്കും അവിടെ കാണാതെ മക്കപ്പ് ചെയ്ത് പോയി പഠിച്ചെഴുതുകയല്ല, നേരെ മറിച്ച് ഒരു കോണ്ടെക്സ്ച്വൽ അല്ലെങ്കിൽ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അടുത്തതായിട്ട് യുണീക് കേപ്പബിലിറ്റീസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. റെക്കഗ്നൈസിങ് ടോപ്പിംഗ് ദം ഇൻ ഈച്ച് സ്റ്റുഡന്റ്. അപ്പം കുട്ടികൾക്കുള്ള യുണീക്ക് ആയിട്ടുള്ള കേപ്പബിലിറ്റീസിനെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയുള്ള മാർഗങ്ങൾ ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അടുത്തത് ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിയേറ്റിവിറ്റിയും കുട്ടികളിൽ കൂട്ടുക, പിന്നെ അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഇന്നോവേഷൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യുക കുട്ടികളിൽ. ഇതൊക്കെ ഇതിന്റെ ഒരു കീ പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കണ്ടിന്യൂസ് റിവ്യൂ ഉണ്ടാവും കുട്ടികളുടെ ആ ഒരു പഠനത്തിലൊക്കെ. ബിൽഡ് ഓൺ സസ്റ്റൈൻഡ് റിസർച്ച് ആൻഡ് റെഗുലർ അസസ്മെന്റ് ബൈ എഡ്യൂക്കേഷണൽ എക്സ്പേർട്സ്. അപ്പം റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റിവ്യൂ ഈ കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഓവറോൾ ഇത് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു മേജർ മൈൽ സ്റ്റോൺ തന്നെ ആയിരിക്കും നമ്മുടെ എഡ്യൂക്കേഷണൽ ആ ഒരു എഡ്യൂക്കേഷൻ മൂവ്മെന്റിൽ തന്നെ. ഓക്കെ.
ഇതായിട്ട് ഈ ആർട്ടിക്കിളിൽ പറയുന്ന മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മൾ പറഞ്ഞു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരേണ്ട ആവശ്യകതയെ കുറിച്ച്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഓൾറെഡി മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടൊക്കെ ഉള്ള എഡ്യൂക്കേഷനെ കുറിച്ച് പറയാറുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ ഡിസിപ്ലിൻസ് പലതുണ്ട്, പക്ഷെ അവർ കോ എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ അതായത് ഇപ്പം സയൻസ് പഠിക്കുന്നതാണ്, ഇംഗ്ലീഷ് പഠിക്കുന്നതാണ്, പല ഡിസിപ്ലിൻസ് പഠിക്കുന്നതാണ്. പക്ഷെ ഇത് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അവിടെ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഈ മൾട്ടി ഡിസിപ്ലിനറിയിൽ നിന്ന് ഇന്ററാക്ഷൻ ഇല്ലാത്തതാണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. ഒത്തിരി സബ്ജക്ട്സുകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള മൾട്ടി സബ്ജക്ട്സ് ഉണ്ടാവും, പക്ഷെ ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ കാണത്തില്ല. സബ്ജക്ട്സ് ഹിസ്റ്ററി ക്ലാസ്സിൽ ഇരിക്കും, പൊളിറ്റിക്സ് വേറൊരു തരത്തിൽ പോകും, പിന്നെ അതുപോലെ എക്കണോമിക്സ് വേറൊരു തരത്തിൽ പോകും, സയൻസ് വേറെ ഒരു തരത്തിൽ പോകും. പക്ഷെ നേരെ മറിച്ച് ഇതിൽ നിന്നൊരു ഷിഫ്റ്റ് ആയിട്ട് എന്തിലേക്കാണ് മാറുന്നത്? ക്രോസ് ഡിസിപ്ലിനറി കൊളാബറേഷനിലേക്ക് മാറേണ്ട ആവശ്യകതയെ കുറിച്ച് പറയുന്നത്. ക്രോസ് ഡിസിപ്ലിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ തമ്മിലുള്ള ആക്റ്റീവ് കോപ്പറേഷൻ. ഇപ്പൊ മാത്സ് പഠിക്കുന്ന ഒരു കുട്ടി അതെങ്ങനെ എടുത്ത് സോഷ്യൽ സയൻസിൽ അപ്ലൈ ചെയ്യാം, അതെങ്ങനെ സയൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, ഇത് തമ്മിലുള്ള ഒരു ക്രോസ് ഡിസിപ്ലിനറി കൊളാബറേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ആൻഡ് അൾട്ടിമേറ്റ്ലി എന്തിലേക്ക് നയിക്കും? ടു ഇന്റർ ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ, അതായത് മെർജിങ് നോളജ് ടു സോൾവ് കോംപ്ലക്സ് റിയൽ വേൾഡ് പ്രോബ്ലംസ്. ജസ്റ്റ് പഠിച്ചു പോവുക മാത്രമല്ല, എന്തിലേക്ക് അത് നയിക്കും? കോംപ്ലക്സ് ആയിട്ടുള്ള റിയൽ വേൾഡ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിലേക്കൊക്കെ സഹായിക്കും. അടുത്ത എന്താണ്? നമുക്ക് ഈ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫോമിങ് സിംഗിൾ സ്ട്രീം കോളേജസ് ഇൻറ്റു മൾട്ടി ഡിസിപ്ലിനറി ക്ലസ്റ്റേഴ്സ്. ഇത് എന്താണ്? സിംഗിൾ സ്ട്രീം കോളേജസിനെ എന്താ മൾട്ടി ഡിസിപ്ലിനറി ക്ലസ്റ്റേഴ്സ് ആയിട്ട് മാറ്റുക. അതായത് ലിങ്കിങ് കോമേഴ്സ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജസ്, വ്യത്യസ്തമായിട്ടുള്ള കോളേജസിനെയൊക്കെ ലിങ്ക് ചെയ്യുന്നു. അടുത്ത എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് ന്യൂ മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി എവറി ഡിസ്ട്രിക്ട് ബൈ 2030. 2030 എസ്റ്റാബ്ലിഷിംഗ് ന്യൂ മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റീസ് ഇൻ എവറി ഡിസ്ട്രിക്ട്. ഓരോ ജില്ലയിലും പുതിയ മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റീസിനെ കൊണ്ടുവരിക. അടുത്ത എന്താണ്? എൻകറേജിംഗ് ക്രോസ് ഡിസിപ്ലിനറി ലേണിംഗ് ബൈ അലൗവിംഗ് സ്റ്റുഡൻസ് ടു ടേക്ക് കോഴ്സസ് ഔട്ട്സൈഡ് ദെയർ കോർ സബ്ജക്ട്സ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് കൊളാബറേറ്റീവ് റിസർച്ച് പ്രോസസ്. അപ്പൊ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു ക്രോസ് ഡിസിപ്ലിനറി ലേണിംഗ് എന്താണ്? മറ്റ് സബ്ജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്തത് പഠിച്ച് അതിനെ ഒരു കൊളാബറേറ്റീവ് റിസർച്ച് പ്രോജക്ട്സിലേക്കൊക്കെ അത് നയിക്കുക. ഇതൊക്കെ ഇതിന്റെ ലക്ഷ്യമാണ്. അടുത്ത എന്താണ്? ഡെവലപ്പിംഗ് ഇന്റർ ഡിസിപ്ലിനറി ഫാക്കൽറ്റി ഹു ക്യാൻ ഇന്റഗ്രേറ്റ് മൾട്ടിപ്പിൾ ഫീൽഡ്സ് ഇൻടു ദെയർ ടീച്ചിങ് ആൻഡ് റിസർച്ച്. ഇന്റർ ഡിസിപ്ലിനറി ഫാക്കൽറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? ഇതിനൊക്കെ ഇൻസെന്റിവൈസ് ചെയ്യുക. ഇന്റർ ഡിസിപ്ലിനറി ഇനിഷ്യേറ്റീവ്സ്, കുറച്ച് മോഡൽസ് ഒക്കെ ഇൻസ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. US നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ ഐജർട്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ എന്താ, അവരൊക്കെ എന്താ ഈ ഒരു ഇൻസെന്റീവ്സിന്റെ കുറച്ച് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് പറയുന്നത്. എങ്ങനെയാണ് അവർ ഈ പറയുന്ന ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിനെ ഇൻസെന്റിവൈസ് ചെയ്യുന്നത്? അതിനൊരു US ഒരു എക്സാമ്പിൾ ആയിട്ട് ഇത് പറയുന്നത് US നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ IGERT എന്ന് പറയുന്ന പ്രോഗ്രാം. ഇതൊക്കെ ഒരു ലോങ് ടൈം ഫണ്ടിങ്ങിലൂടെയൊക്കെയാണ് നമുക്ക് നടക്കുന്നത്. ഇത് ചാലഞ്ചസ് ആണ്. ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ ക്ലസ്റ്ററിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ക്ലസ്റ്റർ ചെയ്യാന്ന് പറയുന്നത് അതിൽ കുറെ അധികം ഡിഫിക്കൽട്ടീസ് കാണും. ഡ്യൂ ടു ലാക്ക് ഓഫ് ഡിസിപ്ലിനറി വെറൈറ്റി. എല്ലായിടത്തും ചിലപ്പോൾ ആ ഒരു വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് ഒന്നും ഓഫർ ചെയ്തൊന്നും വരില്ല. പിന്നെ അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് റെഗുലേറ്ററി റിഫോംസ് നീഡഡ് ടു സപ്പോർട്ട് ഇന്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ അതിലൊക്കെ റിഫോംസ് വേണ്ടി വരും. അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ, റെഗുലേറ്ററി ഫീൽഡിലൊക്കെ ആണെങ്കിൽ ഫണ്ടിങ് കൺസ്ട്രെയിൻസ് ഉണ്ട്. അത് അടുത്തൊരു പ്രതിസന്ധിയാണ്. അപ്പം നമ്മൾ എന്താണ്, പബ്ലിക് സ്പെൻഡിങ് ഒക്കെ റീപ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യകത വരും. പിന്നെ കൂടാതെ സ്ട്രക്ചറൽ ബാരിയേഴ്സ് ഉണ്ട്. പബ്ലിക്കേഷനിലും ഹയർ ചെയ്യുന്നതിലും റിസർച്ച് റെക്കഗ്നീഷനിലും ഒക്കെ ഇന്റർ ഡിസിപ്ലിനറി വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ട ഗൈഡ്സിനെ ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഹയർ ചെയ്യേണ്ടി വരും. പബ്ലിക്കേഷൻസ് ഒക്കെ വേണ്ടി വരും. അതിലൊക്കെ കുറെ അധികം ഇപ്പം എന്താണ്, സബ്ജക്ട് വൈസ് ആയിരിക്കും പബ്ലിക്കേഷൻസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കുറെ അധികം മാറേണ്ടി വരും. അതൊക്കെ ഒരു സ്ട്രക്ചറൽ ബാരിയർ ആയിട്ട് നമുക്ക് കാണാം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ടു ഷേപ്പ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ദ ഫ്യൂച്ചർ, India must go beyond physical restructuring to foster a culture of collaboration and integrated thinking. This transformation demands thoughtful governance, sustainable investment, and systemic reform to ensure the long-term success of the NEP's visionary goals.
അടുത്ത ഒരു ആർട്ടിക്കിൾ ആയിരുന്നു ഡയർ എഫേർട്സ് എന്ന് പറയും. ഇത് GS3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, സയൻസ് ആൻഡ് ടെക്നോളജി പരമായിട്ടുള്ള. ഇതിൽ പറയുന്നത്, ഇതിനകത്തൊരു ഡയർ വോൾഫിന്റെ പടമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഡി എക്സ്റ്റൻഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ അടുത്തിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു കോൺട്രവേഴ്ഷ്യൽ ട്രെൻഡ് ഇപ്പോൾ ഉണ്ട് ഡി എക്സ്റ്റൻഷനെ കുറിച്ച്. അതായത് എക്സ്റ്റെൻഡ് ആയ സ്പീഷീസിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഡി എക്സ്റ്റൻഷൻ. ഇത് വേണമെങ്കിൽ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഡി എക്സ്റ്റൻഷൻ എന്ന് ചോദിക്കും ഡെഫിനേഷൻ ആയിട്ട്. ബ്രിങ്ങിങ് ബാക്ക് എക്സ്റ്റെൻഡ് സ്പീഷീസ് യൂസിങ് അഡ്വാൻസ്ഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഈ ഐഡിയ സ്പിയർ ഹെഡ് ചെയ്തിരിക്കുന്ന കൊളോസൽ ബയോസയൻസസ് എന്ന് പറയുന്ന ഒരു US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. കോ പ്രൊമോട്ട് ചെയ്യുന്നത് ഹാർവാർഡ് ജെനറ്റിസിസ്റ്റ് ജോർജ് ചർച്ച് ആണ്. വിത്ത് പ്രോജക്ട്സ് ലൈക്ക് എന്തിനെയൊക്കെ അവർ റിവൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്, വൂളി മാമത്ത്, ഡയർ വോൾഫ്, ഇതൊക്കെ എക്സ്റ്റെൻഡ് ആയ സ്പീഷീസ് ആണ്. ഇതിനെയൊക്കെ എന്ത് ചെയ്യുക, ഡി എക്സ്റ്റൻഷനിലൂടെ തിരിച്ചു കൊണ്ടുവരിക. അതായത് അഡ്വാൻസ്ഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിട്ട് ഇതിനെ തിരിച്ചു കൊണ്ടുവരിക. അപ്പം കൊളോസൽ ബയോസയൻസസ് ക്ലെയിം ചെയ്യുന്നത് അവര് കമ്പൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജീനോമിക്സിനെ അതുപോലെ എന്താണ് കൺസർവേഷനും കൂടെ അവര് കമ്പൈൻ ചെയ്യുവാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന പടം വൂളി മാമത്തിന്റെ, ഇത് എക്സ്റ്റെൻഡ് ആയ സ്പീഷീസ് ആണ്. അപ്പൊ ഇതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ കൊളോസൽ ബയോസയൻസസിന്റെ ഡി എക്സ്റ്റൻഷൻ പ്രോജക്റ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ഈ വൂളി മാമത്തൊക്കെ എന്താണ്, ഇപ്പം ക്ലൈമറ്റ് ചേഞ്ചിനോട് കോമ്പാറ്റ് ചെയ്ത് തുന്ദ്ര ഗ്രാസ് ലാൻഡ്സിനെ ഒക്കെ റെസ്റ്റോർ ചെയ്ത് വിച്ച് ഇൻ തിയറി കുഡ് റെഡ്യൂസ് മീഥേൻ എമിഷൻസ് ഫ്രം തോയിങ് പെർമാഫ്രോസ്റ്റ്. അപ്പം കുറെ അധികം അഡ്വാൻറ്റേജസ് ഉണ്ട് ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഇതിന്റെ ഒരു സിമിലർ അറ്റംപ്റ്റ് ആണ് എന്ത് ഈ ഡയർ വോൾഫിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത്. അതെന്താ ചെയ്തേക്കുന്നത്, ജനറ്റിക്കലി എഡിറ്റഡ് വോൾസിനെ ശരിക്കും അവര് കൊണ്ടുവന്നതെന്നാണ് ഈ ആർട്ടിക്കിൾ ക്രിട്ടിക്കലി അതിനെ ആർഗ്യൂ ചെയ്യുന്നത്. അതായത് ഇത് ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടേർഡ് വേർഷൻസ് ഓഫ് ഗ്രേ വോൾഫ് എന്നാണ് പറയുന്നത്. അതായത് ട്രൂ ആയിട്ട് ഇവരെ തിരിച്ചു കൊണ്ടുവന്നതല്ല, ജസ്റ്റ് കുറച്ച് ജനറ്റിക് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ഈ വോൾഫിനെ ഓൾറെഡി ഉള്ള ഗ്രേ വോൾഫിനെ മെയർ ഓൾട്ടറേഷൻസ് വരുത്തി തിരിച്ചു കൊണ്ടുവന്ന, അല്ലാതെ ഒരു എക്സ്റ്റെൻഡ് ആയ സംഭവത്തിനെ അവര് ട്രൂ റിവൈവൽ അല്ല എന്ന് കുറെ അധികം ക്രിട്ടിക്സ് പറയുന്നുണ്ട്. പക്ഷെ പറയുന്നത് എന്താണ്, ഇത് ചെയ്യുകയാണെങ്കിൽ കുറെ അധികം ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കോമ്പാക്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇത് സഹായിക്കുമെന്ന് ഈ ആർട്ടിക്കിളിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ക്ലെയിം അങ്ങനെയാണ്. ഈ പറയുന്ന കൊളോസൽ ബയോസയൻസസിന്റെ ക്രിട്ടിക്സ് ആണ് പറയുന്നത് ഇത് ജനറ്റിക്കലി എഡിറ്റഡ് ആയിട്ടുള്ള വോൾസ് ആണ്, കൃത്യമായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു ട്രൂ റിവൈവൽ ഒന്നും അല്ല, ഇത് ആ ജീവി തിരിച്ചു വന്നൊന്നും അല്ല എന്ന രീതിക്കാണ് അവര് പറയുന്നത് ക്രിട്ടിക്സ്. ഈ ആർട്ടിക്കിൾ കുറെ ഡൗട്ട്സ് ഒക്കെ റേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മുന്നിൽ, സയന്റിഫിക്കും അതുപോലെ കൺസർവേഷൻ ലെജിറ്റിമസി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം ഡൗട്ട്സ് റേസ് ചെയ്യുന്നുണ്ട്. The climate impact of reintroducing extinct species remains highly speculative. Only a limited number of genes have been edited, making the creatures more symbolic than authentic revivals. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒതന്റിക് ആയിട്ടുള്ള ഒരു റിവൈവൽ ഇതിനെ പറയാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ജീൻസ് മാത്രമേ, ലിമിറ്റഡ് നമ്പർ ഓഫ് ജീൻസ് മാത്രമേ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. making the creatures more symbolic. ഇതൊരു സിംബോളിക് ആയിട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത്. Projects like these divert funding and focus from the urgent task of conserving currently endangered species. അതായത് ഇപ്പം endangered ആയിട്ടുള്ള സ്പീഷീസിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറി അവരെ രക്ഷപ്പെടുത്തുന്നതിന് പകരം ഇങ്ങനത്തെ പ്രോജക്റ്റിലേക്ക് പോകുമ്പോൾ എന്താണ്, അത് ഫണ്ടും ഡൈവേർട്ട് ആകും, നമ്മുടെ ഫോക്കസും മാറും എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. നേരെ മറിച്ച് എന്താണ് ഇവിടെ അർജന്റ് ആയിട്ട് വേണ്ടത്, നമ്മുടെ ഇവിടുത്തെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, അതായത് എക്സ്റ്റിന്റ് ആവാറായ സ്പീഷീസിനെ ഒക്കെ എന്ത് ചെയ്യാം, അവരെ കൺസേർവ് ചെയ്യാം. വിച്ച് ആർ റാപ്പിഡ്ലി ഡിക്ലൈനിങ് ഡ്യൂ ടു ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റി. ഇതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അതായത് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷനും ഹ്യൂമൻ ആക്ടിവിറ്റിയും കൊണ്ടൊക്കെയാണ് ഇവർ എൻഡേഞ്ചേർഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ അവരെയൊക്കെ എന്ത് ചെയ്യുക, അവരെ കൺസേർവ് ചെയ്യാനുള്ള എഫേർട്സ് കൂടുതൽ എടുക്കുക എന്ന രീതിക്കായി ആർട്ടിക്കിൾ പറയുന്നത്. The technologies used, while impressive, needs ethical oversight, especially given controversial precedents like gene-edited human embryos in China. കുറച്ച് എത്തിക്കൽ ഓവർസൈറ്റിന്റെ ഒക്കെ ആവശ്യകതയുണ്ട്. അതായത് നമുക്കറിയാം ഇങ്ങനത്തെ ജനറ്റിക് ജീൻ എഡിറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അവിടെ കുറച്ച് എത്തിക്കൽ കൺസേൺസ് ഒക്കെ വരുന്നുണ്ട് ഇവരെ റിലീസ് ചെയ്യുന്ന കാര്യങ്ങളിലും ഇവരുടെ ടെസ്റ്റിങ്ങിലായാലും കാര്യങ്ങളൊക്കെ. അപ്പം അതിലൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു മുന്നേ നടന്ന സംഭവത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, ലൈക്ക് ജീൻ എഡിറ്റഡ് ഹ്യൂമൻ എംബ്രിയോസ് ഇൻ ചൈന. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സ്പീഷീസ് എങ്ങനെ ബിഹേവ് ചെയ്യും കാര്യങ്ങളൊക്കെ ഒരു ക്വസ്റ്റ്യൻ, എന്തായിരിക്കും അവരുടെ ഒരു നേച്ചർ,
എന്നൊക്കെ പറയുന്നത്. അതൊരു ത്രെട്ടായിട്ട് മാറും. കാര്യങ്ങളൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പൊ അതൊക്കെ ഒരു എത്തിക്കൽ കൺസേൺ ആണ്. കൺക്ലൂഷൻ ആയിട്ട് പറയുവാണെങ്കിൽ while de-extinction showcases the cutting edge potential of genomics, its use as a conservation tool is scientifically weak and ethically questionable. അപ്പം സയന്റിഫിക്കലി അത് വീക്ക് ആണ്. നമ്മൾ പറഞ്ഞു എന്താണ്, അത് ജസ്റ്റ് ഒരു എഡിറ്റിംഗ് മാത്രം, ചെറിയൊരു കുറച്ച് എഡിറ്റിംഗ്, ജീൻ എഡിറ്റിംഗ് നടത്തി ഒരു ചെറിയ മാറ്റം മാത്രമേ, ഓൾട്ടറേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ള ഒരു കൺസേൺ ഉണ്ട്. അതിനപ്പുറം എത്തിക്കലി കുറെ അധികം ഒരു പ്രോബ്ലംസ് അവിടെ റേസ് ചെയ്യുന്നുണ്ട്. Real conservation efforts should prioritize protecting existing biodiversity over speculative genetic experiments with uncertain outcomes. അപ്പൊ എന്തിൽ പ്രയോറിറ്റൈസ് ചെയ്യാനാണ്, ഇപ്പോഴത്തെ ബയോഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്യുക, അതിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് നമുക്ക് അതിന്റെ ഔട്ട്കംസ് ഒന്നും എന്താ അൺസർട്ടൺ ആണ്. ഔട്ട്കംസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്യാതെ ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി ഒക്കെ കൺസർവ് ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണ് ഈ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ഈ പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കുറിച്ച് പറഞ്ഞ ആയിട്ട് റെഫറൻസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, NEP 2020 proposes the establishment of large multidisciplinary institutions to phase out single stream higher education institutions. Statement 2, the policy emphasizes interdisciplinary research and cross-disciplinary collaboration in teaching and learning. Statement 3, according to NEP 2020, every district in India should have at least one multidisciplinary institution by 2040. Which of the statements given above is or are correct? Option A, 1 and 2 only. Option B, 2 and 3 only. Option C, 1 and 3 only. Option D, 1, 2 and 3. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവരും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കൺസേൺസോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.